ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ചാണ്. ഹൈറിച്ചിൻ്റെ ഇനി അടുത്തുള്ള കേസുകൾ എന്ന് പറയുന്നത് 5-ാം തീയതിയാണ്. ജനുവരി 5-ാം തീയതി 2026 ഹൈറിച്ചിൻ്റെ അടുത്ത കേസുകൾ ഉള്ളത്. അപ്പോൾ എന്താണ് ഇനി ഒരു 15 ദിവസം കൂടി ഉണ്ട് അടുത്ത കേസിന്. അപ്പോൾ എന്തായിരിക്കണം പണം നഷ്ടപ്പെട്ടവരുടെ നിലപാട് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. നമുക്കറിയാം, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പ്രകാരം 3140 കോടി രൂപയുടെ തട്ടിപ്പാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. ഹൈറിച്ചിൽ യാതൊരു വിധത്തിലുള്ള ബിസിനസ്സും അല്ലെങ്കിൽ ഇത്രയും വരുമാനം ഉണ്ടാക്കാനുള്ള ബിസിനസ്സൊന്നും തന്നെ ചെയ്തിരുന്നില്ല. കുറച്ച് ഫ്രാഞ്ചൈസി ഷോപ്പുകളും ഇവരുടെ തന്നെ ഒരു ഷോപ്പ്, ഇവരുടെ ഹെഡ് ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഷോപ്പ്, അതിൽ നിത്യോപയോഗ സാധനങ്ങൾ, പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പെട്ടികൾ, അങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ ഉത്തരേന്ത്യയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ചില ലോഡുകളൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നീട് അതൊക്കെ ഒഴിവായി ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ്, ഈ ഒരു നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റം ശരിയാക്കണം. അത് കോടികൾ ഉണ്ടാക്കിയവരും കോടികൾ നിക്ഷേപിച്ചവരും എല്ലാവരും പറഞ്ഞതാണ്, നമ്മുടെ ഈ ഫണ്ട് കളക്ഷൻ മാത്രം മതിയല്ല, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ബിസിനസ് ആശയം എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിയാണ്, അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ്, പ്രതാപന് അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല, അതിലൊന്നും കാര്യവുമില്ല. ദിവസം 100 കോടി രൂപയോളമാണ് ഓരോ ദിവസവും ഇദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും പണം അക്കൗണ്ടിൽ വന്ന് നിറയുകയായിരുന്നു. അതുപോലെ കോടികൾ അക്കൗണ്ടിലേക്ക് വരാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. ഒരുപാട് ഫണ്ട് പല അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പല ആൾക്കാരെ ഏൽപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലാതെ പിന്നെ ഒരു തരത്തിലുള്ള ബിസിനസ്സും ചെയ്യാൻ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് തന്നെ ധാരാളമായിരുന്നു. ഒരു 10 പരമ്പരകൾക്ക് സുഖമായി ജീവിക്കേണ്ട സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, പ്രതാപനെ നേരിൽ കണ്ടവരോട് തന്നെ പറഞ്ഞതാണ്, നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിച്ചില്ല, അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നുള്ളത് പ്രതാപൻ തന്നെ സമ്മതിച്ച ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യാതൊരു ബിസിനസ്സും ചെയ്യാതെയാണ് ജനങ്ങളുടെ പണം വാങ്ങി അത് ജനങ്ങൾക്ക് തന്നെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന, അതിലൂടെ കമ്മീഷൻ പറ്റുന്ന പരിപാടിയാണ് ഇവർ ചെയ്തിരുന്നത് എന്ന്. നിങ്ങളുടെ ഇതിൻ്റെ പണം ഉണ്ടാക്കിയ ലീഡർമാരോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർക്ക് പണം ഉണ്ടായിരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ആരൊക്കെയാണ് നിങ്ങളുടെ അപ്ലൈൻ, ആരാണ് നിങ്ങളോട് പണം വാങ്ങിയിരിക്കുന്നത്, ആരാണ് നിങ്ങൾ ചേർത്തിരിക്കുന്നത്, അവരെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കേസുകളിൽ നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള ഏക പോംവഴി. അല്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാർ ചെയ്തതുപോലെ ലീഡർമാർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസ് അവരെ വിളിച്ച് ഇതിൽ ഒരു ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം തരാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നുള്ളതാണ്. അവർ സ്വത്ത് വിറ്റിട്ടോ ലോൺ എടുത്തിട്ടോ നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാവും. അല്ലെങ്കിൽ അവർ വർഷങ്ങളോളം ഈ കേസ് നടത്തേണ്ടി വരും. അവർക്ക് അവസാനവും ഈ പണം നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരാതി നൽകുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ കേസ് ഒരിക്കലും
ജയിച്ച് പണ്ടത്തതുപോലെ കമ്പനിക്ക് ജനങ്ങളെ പറ്റിക്കാൻ ഇനി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഈ 226 കോടി രൂപ കൊണ്ട് ഒന്നും തന്നെ ആർക്കും തന്നെ കൊടുത്തു കഴിഞ്ഞാലും സാധ്യമാവില്ല. അത് FIR ഇട്ടവർക്ക് മാത്രമേ കൊടുക്കാനുള്ള നിയമപരമായുള്ള ബാധ്യത ഉള്ളൂ എന്നതും നിങ്ങൾ മനസ്സിലാക്കുക.